നിങ്ങളൊരു ഹിന്ദുവാണോ എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾ ഒരു മുസ്ലിമിനെ, ഒരു ക്രിസ്ത്യാനിയെ, ഒരു ബുദ്ധനെ, ഒരു ജൈനനെ, ഒരു ദളിതനെ നിങ്ങൾക്ക് തെറ്റായി കാണാനാവുക, മനുഷ്യനല്ലാതായി കാണാനാവുക? നിങ്ങൾ മുസ്ലിമാണോ? നിങ്ങൾ ക്രിസ്ത്യാനിയാണോ? നിങ്ങൾക്ക് എല്ലാവരെയും മനുഷ്യൻ എന്ന നിലക്ക് കാണാൻ നിങ്ങളുടെ വിശ്വാസം പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ കുറച്ചു ദിവസമായി പറയാറുണ്ട് മാർപ്പാപ്പയെ കുറിച്ച്. ഞാൻ വല്ലാതെ ചിന്തിച്ചു പോയ ഒരു വിഷയമാണ് മാർപ്പാപ്പയുടെ മരണം എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് മരിച്ചുപോയപ്പോൾ ഞാൻ ഒരുപാട് വായിക്കാൻ ശ്രമിച്ചു. കേട്ടിട്ടുണ്ടായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പയെ കുറിച്ച്. അദ്ദേഹം കാലം ചെയ്തു പോയപ്പോൾ, മരിച്ചുപോയപ്പോൾ അദ്ദേഹത്തെ കുറിച്ച് ആളുകൾ പറയുന്നത് അതിശയത്തോടെയാണ് ഞാൻ കേട്ടത്. എനിക്ക് അത്ഭുതമുണ്ടായി. മാർപ്പാപ്പ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ ലോകത്തിന്റെ ഉത്തുംഗതയിൽ ഇന്ന് നിൽക്കുന്ന ഏറ്റവും വലിയ പൗരോഹിത്യത്തിന്റെ അങ്ങേ അറ്റത്തു നിൽക്കുന്ന മനുഷ്യൻ മാർപ്പാപ്പയാണ്. ആ മാർപ്പാപ്പ തന്റെ വീട്ടിലെ 2 മുറികൾ മാത്രം ഉപയോഗിക്കുന്ന ലളിതമായ ജീവിതം നയിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് അദ്ദേഹത്തോട് വലിയ ഇഷ്ടവും വലിയ ബഹുമാനവും പൗരോഹിത്യത്തിന്റെ കാട്ടിക്കൂട്ടലുകൾക്കിടയിൽ ജീവിക്കുന്ന ഒരാൾ എന്ന നിലക്ക് എനിക്കുണ്ടായി. ഒരു പുരോഹിതൻ തീരുന്നില്ല. ആ മനുഷ്യന് ലോകത്തിൽ എല്ലാ മനുഷ്യരോടും സ്നേഹമുണ്ടായിരുന്നു. കാരണം അയാൾ ഒരു ക്രിസ്ത്യാനിയാണ്, കാരണം അയാൾ ഒരു വിശ്വാസിയാണ്. എല്ലാ വിശ്വാസത്തിനകത്തും നിൽക്കുന്ന ഒരാൾക്ക് അങ്ങനെയേ സാധിക്കൂ. അത് മുസ്ലിം ആയാലും ഹിന്ദുവായാലും ക്രിസ്ത്യനായാലും എല്ലാവരെയും സ്നേഹിച്ചു. ഫലസ്തീനിൽ അപകടപ്പെട്ടു നിൽക്കുന്ന മുസ്ലിങ്ങളുടെ കൂടെ മാർപ്പാപ്പ ചേർന്ന് നിന്നു. ലോകത്തിൽ എവിടെയാണോ സങ്കടമുണ്ടാവുന്നത് ആ സങ്കടപ്പെടുന്നവന്റെ കൂടെ മാർപ്പാപ്പ നിന്നു. മാർപ്പാപ്പ ഒരു തികഞ്ഞ ക്രിസ്തുമത വിശ്വാസിയായിരുന്നു. അതുകൊണ്ട് മനുഷ്യനെ സ്നേഹിക്കേണ്ടായതാണോ? പുരോഹിതനായ ആ മനുഷ്യൻ എല്ലാ മനുഷ്യരെയും സ്നേഹിച്ചു. എല്ലാവരുടെയും മുമ്പിൽ ലോകത്തിന്റെ ഉത്തുംഗതയിൽ നിന്നുകൊണ്ട് ഒരു പുരോഹിതൻ എന്താകണം എന്ന് ആ മനുഷ്യൻ ലോകത്തെ പഠിപ്പിച്ചു. നിങ്ങൾ മിനിഞ്ഞാന്ന് ഞായറാഴ്ച മാർപ്പാപ്പ കാലം ചെയ്തു പോയതിനു ശേഷം പുതിയ മാർപ്പാപ്പ ലിയോ 14 പോപ്പ് ചാർജ് എടുത്തു. കഴിഞ്ഞ ഞായറാഴ്ചയിൽ 100,000 ആളുകളെ ആ മനുഷ്യൻ അഭിസംബോധന ചെയ്തു. എന്താ പറഞ്ഞതെന്നറിയോ? അയാൾ പറഞ്ഞത് ആദ്യത്തെ പ്രഖ്യാപനമാണ്, പാലസ്തീനിൽ വെടിനിർത്തൽ ഉണ്ടാവണം, ഗസയിൽ വെടി പൊട്ടരുത്, മനുഷ്യൻ മരിക്കരുത്. അദ്ദേഹം പറഞ്ഞു ഉക്രൈനിൽ യുദ്ധം അവസാനിക്കണം, മനുഷ്യന് ശാന്തി ഉണ്ടാവണം. ലോകത്ത് അത് പറയുമ്പോൾ ആ മനുഷ്യന്റെ മുമ്പിൽ നടന്നുപോയ ഒരാൾ കാണിച്ചു കൊടുത്ത വഴിയിൽ അയാളും വരികയല്ലേ, അദ്ദേഹവും വരികയല്ലേ? നാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടുന്ന ആരായിരുന്നാലും, ഏത് മതത്തിൽപ്പെട്ടവനായാലും പറയേണ്ടുന്ന വർത്തമാന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയമാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ ഇവിടെയാണ് ഒരു പ്രശ്നമുള്ളത്. എന്താണ് ആ പ്രശ്നം? ഇങ്ങനെ പറയുന്ന ഏതെങ്കിലും ഒരു മതനേതാവിനെ ആ മതത്തിനകത്തു നിന്നാണ് അവർ ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുള്ളത്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടി ഏറ്റവും വലിയ വെല്ലുവിളികൾ നേരിട്ടത് ഒന്ന് കണ്ണടച്ച് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. പുറത്തുനിന്നാണോ? അല്ല, സമുദായത്തിനകത്തിരുന്ന് തന്നെ. പലതരം രാഷ്ട്രീയ പാർട്ടികളിൽ പോകുന്നവൻ കാണിക്കുന്ന ലീഗ് വിരുദ്ധത മാത്രമല്ല, മുസ്ലിം ലീഗ് തീവ്രവാദ ശക്തികൾക്കെതിരെ പൊരുതിയവരാണ്. ഇന്ത്യ പോലെ ഒരു നാട്ടിൽ മാത്രമല്ല, മനുഷ്യൻ പാർക്കുന്ന ഒരിടത്തും മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടല്ല നിന്റെ മതപ്രവർത്തനം നടത്തേണ്ടത്, അവരെ അപകടപ്പെടുത്തിക്കൊണ്ടല്ല. കലിമ ചൊല്ലടോ എന്ന് പറഞ്ഞ് ഒരു മനുഷ്യന്റെ നെഞ്ചിലേക്ക് വെടിയുണ്ട പായിപ്പിക്കുന്ന ആധുനിക തീവ്രവാദത്തെ മുസ്ലിമിനോട് ചേർത്ത് കെട്ടുമ്പോൾ അവൻ അറിയണം അവിടെ എവിടെ ഇസ്ലാം ഉള്ളത്, അവിടെ എവിടെയാ മുസ്ലിം ഉള്ളത്? അവിടെ ഒരു പോക്കിരിയാണുള്ളത്, ഒരു ഗുണ്ടയാണുള്ളത്, ഒരു തെമ്മാടിയാണുള്ളത്. അവൻ എങ്ങനെയാ വിശ്വാസിയാവുക? അവൻ എങ്ങനെയാണ് ഒരു നിരപരാധിയെ കൊന്നവൻ? ലോകത്തിലെ എല്ലാ മനുഷ്യരെയും 700 കോടി മനുഷ്യരെ കൊന്നവനാണ് എന്ന് പഠിപ്പിച്ച മതത്തിന്റെ പേരിൽ നിങ്ങൾ എങ്ങനെയാ നിരപരാധിയെ കൊല്ലുക? ലീഗ് ചോദിച്ചു. രാജ്യത്ത് പല തീവ്രവാദവും വന്നു. സിമി ലീഗിനെതിരാണ്, ലീഗ് സിമിക്കും എതിരാണ്. ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങൾ അതിതീവ്രമാംവിധം ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് അത് പൂർത്തീകരിക്കാതെ മുസ്ലിം ആവില്ല എന്ന് പറയുന്ന ഐഡിയോളജിയോട് ലീഗ് ചേർന്ന് നിന്നില്ല, നിൽക്കാനാവില്ല. ലീഗിന് അങ്ങനെ ഒരു സോഫ്റ്റ് കോർണർ എടുക്കാനാവില്ല. NDF വന്നപ്പോ ലീഗ് കൂടെ നിന്നില്ല. ഇവരെല്ലാവരും ചേർന്ന് ലീഗിനെ എതിർത്തു. നിങ്ങൾ നോക്കൂ, മാർപ്പാപ്പ മരിച്ചു പോയപ്പോ എല്ലാവരും, ഞാൻ ഈ പറഞ്ഞതിന്റെ 1000 ഇരട്ടി നാവോടുകൂടി ആ മനുഷ്യനെ പ്രകീർത്തിക്കുമ്പോൾ ആ മനുഷ്യനെ തെറി വിളിക്കുന്ന ഒരു സംഘം ആരാണെന്ന് അറിയുമോ?
മരണം ഒന്നിന്റെയും ന്യായീകരണമാവുന്നില്ല എന്ന് പറഞ്ഞ് മാർപ്പാപ്പയെ തെറിവിളിക്കുന്നത് കാസ എന്ന് പറയുന്ന ക്രിസ്തീയ സംഘടനയാണ്. ഇത് വിരോധാഭാസമല്ല, സ്വാഭാവികതയാണ്. മാർപ്പാപ്പയോട് ഇവിടുത്തെ ഒരു മുസ്ലിമിന് വെറുപ്പുണ്ടോ? അദ്ദേഹം ക്രിസ്ത്യാനി ആയതുകൊണ്ട്? ഇല്ലല്ലോ. പക്ഷേ ക്രിസ്ത്യാനിയായ ക്രിസ്തുമത സംവിധാനം ലോകത്ത് നിലനിൽക്കണമെന്ന് വിചാരിക്കുന്ന കാസക്ക് മാർപ്പാപ്പയോട് വെറുപ്പാണ്. അയാൾ നേരെ മരിച്ചുപോയതിൽ എന്താണ് ഇത്ര സങ്കടം എന്ന് ചോദിക്കുന്നത് ക്രിസ്തീയ സംഘടനയായ ഈ പറയുന്ന കാസയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഗാന്ധിജി കൊല്ലപ്പെട്ടു. ആരാ കൊന്നത്? മുസ്ലിമാണോ? ക്രിസ്ത്യാനിയാണോ? എന്റെ സ്നേഹമുള്ളവരെ, നമ്മള് മരിക്കുന്ന സമയത്ത് ഒരു വിശ്വാസിയായ മുസ്ലിം എങ്ങനെയാവണം മരണമെന്നാണ് ആഗ്രഹിക്കുക? നല്ല ആശുപത്രിയിൽ നല്ല അല്ലെങ്കിൽ ബെഡിൽ കിടന്നിട്ട് അങ്ങനെയൊന്നുമല്ലല്ലോ. വിശ്വാസിയുടെ ആഗ്രഹം എന്താണ്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദിനെ പിന്നെയും പിന്നെയും മനസ്സിൽ ഉറപ്പിച്ചു ദിക്ർ ചൊല്ലി, ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലി മരിക്കണമെന്നല്ലേ? അതല്ലേ ആഗ്രഹം? നമ്മുടെ രാഷ്ട്രപിതാവ് ഗാന്ധിജിയെ വെടിവെച്ച് കൊല്ലപ്പെടുന്ന അവസാന സെക്കൻഡിലും ആ മനുഷ്യൻ ചൊല്ലിയത് ദിക്റാണ്. പക്ഷേ റാം 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 എന്നാണ്. കാരണം ഗാന്ധിജി സനാതനനായ ഒരു ഹിന്ദു ആയിരുന്നു. ആ ഗാന്ധിജിയെ കൊന്നത് നാത്തുറാം വിനായക് ഗോഡ്സെ എന്ന് പറയുന്ന പൊട്ടുതൊട്ട ഹിന്ദുവാണ്. എന്റെ കാര്യം, ഗാന്ധിജി മനുഷ്യർക്ക് വേണ്ടി സംസാരിച്ചു. ഹിന്ദു തീവ്രവാദിയായ നാത്തുറാം വിനായക് ഗോഡ്സെക്ക് പക്ഷേ മനുഷ്യർക്ക് വേണ്ടി സംസാരിക്കാനാവില്ല. അവൻ ഹിന്ദുവാണ്, ലോകത്തിലെ മികച്ചവൻ എന്ന് വിചാരിക്കുന്ന തീവ്രവാദിയാണ്. ഇതാണ് ഈ എതിർപ്പുകൾ ഉണ്ടാവുന്നത് അവർക്കിടയിൽ നിന്നാണ്. ഈ വെറുപ്പിന്റെ പ്രചാരകന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. ലീഗ് അവർക്കെതിരാണ്, ഐഡിയോളജിക്കലി എതിരാണ്. അവരേതു വേഷം കെട്ടി മുസ്ലിം ലീഗിന്റെ ഓഫീസിൽ വന്നാലും അവരെ തിരിച്ചറിയാൻ ലീഗിന് കഴിയും. അവരെ അടുപ്പിക്കാൻ തിരിക്കാനും ലീഗിനറിയാം. നിങ്ങളൊരു ഓഫീസിന്റെ വാർഷികമല്ലേ ഇവിടെ ആഘോഷിക്കുന്നത്? ആ ഓഫീസിന്റെ ലക്ഷ്യം എന്താണ്? ഈ നാട്ടിലെ മനുഷ്യരുടെ സങ്കടങ്ങൾ ആ ഓഫീസ് ഇത്ര കാലം ഏറ്റെടുത്തിട്ടില്ലേ? ഇല്ലെങ്കിൽ പിന്നെ ഈ വാർഷികം പോയിട്ട് ആ ഓഫീസിന് വേണ്ടി ചെലവഴിച്ചതെല്ലാം വേസ്റ്റാണ്. നിങ്ങൾ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഒരു പ്രയാസം വന്നാൽ പോയി പറയാൻ അവന് ജാതിമത ഭേദമില്ലാതെ അവന് പോയി പറയാൻ ഇടം വേണം. അതാവണം ലീഗ് ഓഫീസ്. ലീഗിന്റെ മെമ്പർഷിപ്പ് ഉള്ളവർക്ക് മാത്രമല്ല, മുസ്ലിങ്ങൾക്ക് മാത്രമല്ല, ഈ നാട്ടിലെ അവസാനത്തെ സങ്കടപ്പെടുന്നവനും ആ സങ്കടങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് അത് ഓഫീസ് ആവുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അതിന്റെ വാർഷികം ആഘോഷിക്കാൻ അർഹതയും ഉണ്ടാവുക. ഇതാണ് വേണ്ടത്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ ഐഡിയോളജി അങ്ങനെയാണ്. അടിസ്ഥാനപരമായി പുതിയ തലമുറയിലെ കുട്ടികൾ മനസ്സിലാക്കണം. നിങ്ങൾ ഈ കാണിക്കുന്നതല്ല, അല്ലെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കാലത്തെ ചെറിയ ചെറിയ വർത്തമാനങ്ങളുടെ രാഷ്ട്രീയമല്ല മുസ്ലിം ലീഗിൻ്റെത്. അടിസ്ഥാനപരമായ അന്തസ്സുറ്റ ഒരു ഐഡിയോളജി ലീഗ് രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. ലീഗ് വെറുപ്പിന്റെ പ്രചാരകരല്ല, മതദ്വേഷം പറയുന്നവരല്ല, മറ്റുള്ളവനെ ആക്രമിക്കുന്നവരല്ല. സങ്കടങ്ങളായി മുസ്ലിം ലീഗ് നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. നിങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ട് കഴിയുകയായിരുന്നു. നമ്മളെല്ലാവരും, നമ്മുടെ കാരണവന്മാർ ഇവിടെയുണ്ട്, ചോദിച്ചു നോക്കൂ നിങ്ങൾ. അന്ന് ഒറ്റപ്പെട്ട് കഴിയുമ്പോൾ ലീഗ് പറഞ്ഞു, റോഡ് ഉണ്ടാക്ക്, പാലം ഉണ്ടാക്ക്, സ്കൂൾ ഉണ്ടാക്ക്. എന്തിനായത്? റോഡും പാലവും സ്കൂളും കിണറും ഒക്കെ മനുഷ്യരുടെ പ്രശ്നങ്ങളാണ്. അങ്ങനെയാണ് നമ്മൾ മിങ്കിൾ ചെയ്യാൻ തുടങ്ങിയത്. നോർത്ത് ഇന്ത്യയിലേക്ക് പോയാൽ, കേരളത്തിന്റെ പുറത്തുള്ള പല സ്റ്റേറ്റുകളിലേക്ക് പോയാൽ മാറി വേറിട്ട് നിൽക്കുന്ന ഒരു കൾച്ചർ അവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റിക്കുമുണ്ട്, മറ്റു മതസ്ഥർക്കുമുണ്ട്. കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിലേക്ക് വന്ന ദഅവത്ത് സംഘങ്ങളെ പരിശോധിക്കുക നിങ്ങൾ. മാലിക് ഇബ്നു ദീനാറും കൂട്ടരും വരുന്നത് മക്കത്തു നിന്നാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുചരന്മാർ നേരിട്ട് വന്നിറങ്ങിയ നാട്. പക്ഷെ അവർ വന്നപ്പോ മക്കത്തെ വേഷവും കൊണ്ടല്ല വന്നത്. ഇവിടുത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റിനെ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരെ നിങ്ങൾ പരിശോധിക്കുക. മുജാഹിദിന്റെ നേതാക്കന്മാരെ പരിശോധിക്കുക. എല്ലാ മതവിഭാഗങ്ങളെയും സംസ്ഥാനയുടെ, ദക്ഷിണ കേരളയുടെ സാധാരണ മനുഷ്യരെ പോലെ, മലയാളിയെ പോലെ, എല്ലാവരും ചെയ്യുന്ന പോലെ അവന്റെ വേഷവിധാനങ്ങളുണ്ട്. നമ്മളുടെ ഉമ്മമാര് ഖുർആൻ ഓതുമ്പോൾ അറബി മലയാളം പഠിച്ചു. അവരാണ് ആദ്യം സാക്ഷരരായവർ. അവർ അറബിയിൽ മലയാളം എഴുതി കത്തയച്ചു കേരളത്തിൽ നിന്ന്. അവർ അതിൽ സാഹിത്യങ്ങൾ എഴുതി, അതിൽ കവിത എഴുതി, കഥ എഴുതി.
അങ്ങനെ ഒരു പൊതുസമൂഹത്തിനകത്ത് വളരെ കൃത്യമായി മിങ്കിൾ ചെയ്തിട്ട് എല്ലാവരെയും കൂട്ടിച്ചേർത്ത് വേറിട്ട് പോകുമായിരുന്ന ഒരു സമുദായത്തെ അവരെ ഇഴുകിച്ചേർത്തുറപ്പിച്ച ഒരു രാഷ്ട്രീയ പ്രക്രിയ കൂടിയാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതുകൊണ്ട് വെറുപ്പിന്റെ പ്രചാരകന്മാരുടെ കൂടെ നിന്നിട്ടില്ല ഒരു കാലത്ത്. ഇപ്പോ കേരളത്തിൽ സംഭവിക്കുന്നത് എന്താണ്? നിങ്ങൾ ഈ സമീപകാലത്ത് സോഷ്യൽ മീഡിയ പരിശോധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അതിഭയാനകമാം വിധത്തിൽ സമുദായങ്ങൾക്കിടയിൽ വലിയ ധ്രുവീകരണം ആസൂത്രിതമായി നടന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ക്രിസ്ത്യൻ സമൂഹത്തിനകത്ത്, മുസ്ലിം സമൂഹത്തിനകത്ത് ഈ രണ്ട് സമുദായമായ മൈനോറിറ്റിയെ തെറ്റിക്കാനുള്ള ആസൂത്രിതമായ പരിശ്രമം, ഹിന്ദുമത സമൂഹവുമായി മുസ്ലിങ്ങളുമായി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളുമായി ഒക്കെ തെറ്റിക്കാനുള്ള തീവ്രമായ പരിശ്രമങ്ങൾ നടക്കുന്ന ഇടം സോഷ്യൽ മീഡിയ ഇടമാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ സ്നേഹപൂർവ്വം, അത്തരം ഇടങ്ങളിൽ ഈ വെറുപ്പിന്റെ പ്രചാരകന്മാരെ കൈകാര്യം ചെയ്യേണ്ടത് ആരാണ്? നിങ്ങളും ഞാനും മാത്രമാണോ? നമുക്കതിനോട് രാഷ്ട്രീയമായി മാറി നിൽക്കുകയോ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുകയോ ചെയ്യാം. എന്നാൽ ചെയ്യേണ്ടത് ഗവൺമെന്റാണ്, ഈ നാട്ടിലെ ഗവൺമെന്റാണ്. നിർഭാഗ്യവശാൽ ഗവൺമെന്റ് നോക്കുകുത്തിയായി നിൽക്കുന്നു എന്നല്ല, ഈ വെറുപ്പ് പ്രചാരണത്തിന്റെ മേൽനോട്ടക്കാരായി കേരളത്തിലെ പിണറായി വിജയന്റെ സർക്കാർ മാറിയിരിക്കുന്നു എന്നതാണ് സങ്കടം. ഇതൊരു ചെറിയ വിഷയമല്ല. വെറുപ്പിന്റെ പ്രചാരണം ഉണ്ടാക്കുക. കേരളത്തിന്റെ പോലീസിനകത്ത് RSSന്റെ ശാഖയുണ്ടായി. നിങ്ങൾ വായിച്ചില്ലേ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ? കഴിഞ്ഞ ആഴ്ചയിൽ RSSന്റെ ശാഖ തെരുവിൽ ഉണ്ടാക്കട്ടെ. അവരുണ്ടാക്കുന്നുണ്ടല്ലോ. ആർക്കാ പ്രശ്നം? ഈ രാജ്യത്ത് സംഘടിക്കാൻ അവർക്ക് അവകാശമുണ്ടെങ്കിൽ അവർ സംഘടിക്കട്ടെ, RSS വളർത്തട്ടെ. ആർക്കാക്ഷേപം? പക്ഷേ കേരളത്തിലെ പോലീസിന്റെ ജയിൽ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിൽ RSSന്റെ ശാഖ ഉണ്ടാക്കുന്നത് ഈ പിണറായി വിജയൻ കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോഴാണ്. പത്രക്കാർ ചോദിച്ചല്ലോ, എങ്ങനെയാണ് പോലീസ് RSSന്റെ ശാഖ ഉണ്ടാക്കുന്നത്? എന്താ മുഖ്യമന്ത്രി പറഞ്ഞത്? അവരെ സ്ഥലം മാറ്റിയിട്ടുണ്ട്. ആയിക്കോട്ടെ മുഖ്യമന്ത്രി, സ്ഥലം മാറ്റിക്കോ, നിങ്ങൾ എന്തും ചെയ്തോ. പക്ഷെ ഒരു ആഭ്യന്തരമന്ത്രി 9 കൊല്ലം ഭരിച്ച ഈ സ്റ്റേറ്റില് കഴിഞ്ഞ മാസം ഈ ജയിൽ ഉദ്യോഗസ്ഥന്മാരായ RSSകാർ എങ്ങനെ യോഗം ചേർന്നു എന്നതിന്റെ ഉത്തരം കേരളത്തിന്റെ പോലീസ് മന്ത്രി പറയണ്ടേ? എന്താ കേരളത്തിലെ പോലീസിൽ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ പറയണ്ടേ? അത് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ? ഞാൻ ചോദിക്കുന്നത്, PC ജോർജിനെ പോലെ ഒരു വിടുവായൻ, രാഷ്ട്രീയത്തിലെ അവസരം നോക്കി നടക്കുന്ന ഒരു അഭയാർത്ഥിയായ PC ജോർജ്, അയാൾ മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പറഞ്ഞു. പക്ഷെ അയാൾ പറയുന്നത് കോട്ടയത്ത് നിന്നാണ്. വെള്ളാപ്പള്ളി നിലമ്പൂരിൽ വന്നിട്ട് മുസ്ലിങ്ങൾക്കെതിരെ ഏറ്റവും മ്ലേച്ഛമായ ആരോപണങ്ങൾ ഉന്നയിച്ചു. അത് നിലമ്പൂരാണ്. ഒന്ന് കോട്ടയത്താണ്, ഒന്ന് നിലമ്പൂരാണ്. ഇവരെങ്ങനെയാ പറയാതിരിക്കുക? കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡൽഹിയിൽ പോയി ഹിന്ദു പത്രക്കാരെ വിളിച്ചു വരുത്തി അവരോട് പറഞ്ഞത് വെള്ളാപ്പള്ളി പറഞ്ഞതിനും വലിയ വിഷമാണ്, PC ജോർജ് പറഞ്ഞതിലും വലിയ വിഷമാണ്. തന്റെ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മലപ്പുറത്ത് കൊണ്ടുവന്നിറക്കി സ്ഥലം മാറ്റം കൊടുക്കാതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിമിനൽ ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞിട്ട് അവിടെ കേസുകൾ കൃത്രിമമായി ഉണ്ടാക്കി ചാർജ് ചെയ്ത് ഈ മുഖ്യന കടലാസുമായി ഡൽഹിയിൽ പോയിട്ട് പറഞ്ഞു, മലപ്പുറം അപകടം പിടിച്ച ഒരു പ്രദേശമാണ്, അവിടുത്തെ മുസ്ലിങ്ങൾക്ക് സ്വർണം കടത്താണ് പണി, അവിടുത്തെ മുസ്ലിങ്ങൾക്ക് ഹവാലയാണ് പണി. കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസ് വഴി സ്വർണം കടത്തിയ വിവരം അയാൾ മിണ്ടിയില്ല. അതിന്റെ പേരിൽ ശിവശങ്കരൻ ജയിലിലാണ് എന്ന കാര്യം അയാൾ പറഞ്ഞില്ല. പിണറായി വിജയന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് സുരേന്ദ്രനെ പോലെയുള്ള BJPക്കാർ, RSSകാർ കക്ഷികളായ കൊടകര ഹവാല കേസ് അയാൾ പറഞ്ഞില്ല. അയാൾ പറഞ്ഞത് കൊണ്ടോട്ടിയിലെ മുസ്ലിങ്ങൾ മാത്രം നടത്തുന്ന ഹവാലയെ കുറിച്ചാണ്. അവിടെ കൊണ്ടോട്ടിയിലെ എയർപോർട്ടിൽ പിടിക്കുന്ന സ്വർണത്തെ കുറിച്ച് മാത്രമാണ്. അപ്പൊ എങ്ങനെയാണ് ഈ വെറുപ്പിന്റെ പ്രചാരകന്മാർ ആരാണ്? നിങ്ങൾ അതൊന്ന് പറഞ്ഞേ. എവിടെയാണ്? ആരാ ഈ പ്രചാരണം? നടപടി എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, വെറുപ്പ് പറയുന്ന വെള്ളാപ്പള്ളിക്ക് അവാർഡ് കൊടുത്തു സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും പോവുകയാണ്. പിന്നെ എങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ മനുഷ്യർക്കിടയിൽ വെറുപ്പ് പ്രചരിക്കുന്ന അപകടത്തെ തടുക്കാൻ നമുക്കാവുക? അവാർഡ് കൊടുത്താൽ? നിങ്ങൾ ഈ കേരളത്തിൽ എത്ര കുട്ടികളെ UAPA ചാർത്തി ജയിലിൽ അടച്ചിട്ടുണ്ട്? ഈ കേരളത്തിൽ അലനയും താഹയും മാത്രമല്ല, എത്ര ചെറുപ്പക്കാരെ നിങ്ങളല്ലേ ചെയ്തത്? പക്ഷെ മുസ്ലിങ്ങൾക്കെതിരായി മതദ്വേഷം പ്രചരിപ്പിച്ച എത്ര പേരെ കേരളത്തിന്റെ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്? മുഖ്യമന്ത്രിക്കെതിരെ ഒരു കമന്റ് ഇട്ടാൽ മസ്കറ്റിൽ പോയി മിനിറ്റുകൾ കൊണ്ട് അവനെ പോക്കിക്കൊണ്ട് കേരളത്തിൽ വരും, കുഴപ്പമില്ല. മുഖ്യമന്ത്രിക്കെതിരെ എനിക്ക് അനുവദിച്ച എന്റെ പ്രിവിലേജ് വെച്ച് ഞാൻ നിയമസഭയിൽ പ്രസംഗിച്ചാൽ നിങ്ങളുടെ ഒറ്റ സുഹൃത്തായിട്ടുള്ള EDയെ നിങ്ങൾ ഞങ്ങൾക്കെതിരെ കൊണ്ടുവരും.
എനിക്കെതിരെ അന്വേഷണം നടത്തും, 10-20 കേസുകൾ ചാർജ് ചെയ്യും, ആക്ഷേപമില്ല. പക്ഷേ ഒരു കമ്മ്യൂണിറ്റിക്കെതിരായി പരസ്യമായി ഇവിടെ വെറുപ്പ് പ്രചരിപ്പിച്ചാൽ അതിന്റെ ഫലമായി നിങ്ങൾ ഒന്നും ചെയ്യില്ല എന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. ഞാൻ ഒരൊറ്റ കാര്യമേ പറയുള്ളൂ, ദീർഘമായിട്ട് പറയുന്നില്ല. വളഞ്ഞു RSSന്റെ മുമ്പിൽ നട്ടല്ലു വളഞ്ഞു പോയ ഒരു മനുഷ്യനായി കേരളത്തിന്റെ മുഖ്യമന്ത്രി മാറിയിട്ടുണ്ട്. ഇന്ന് കോഴിക്കോട് മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ 4ാം വാർഷികാഘോഷ പരിപാടിയിൽ കടപ്പുറത്ത് സംസാരിക്കുകയാണ്. ഞാൻ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം മുഴുവൻ കേൾക്കാൻ ശ്രമിച്ചു. എന്താ അയാൾ പറയുന്ന കാര്യങ്ങള്? സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് കേരളത്തിന്. അദ്ദേഹം പത്രക്കാരുടെ ചോദ്യത്തിന് മുമ്പിൽ മറുപടി പറയാൻ പറ്റില്ല, ഉത്തരം പറയാനുള്ള ധൈര്യമില്ല. അതുകൊണ്ട് പതുക്കെ പറഞ്ഞു, സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിലുണ്ട്. സമ്മതിച്ചോ മുഖ്യമന്ത്രി? സാമ്പത്തിക പ്രതിസന്ധി എങ്ങനെ ഉണ്ടാവുന്നത്? നിങ്ങളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിന്റെ മാത്രം പ്രശ്നമല്ല. ഒരു ഗവൺമെന്റ് രാജ്യത്ത് ചെയ്യുന്ന ധൂർത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് മാത്രമാണ്. എന്നിട്ട് അയാൾ തൊട്ടടുത്ത വർത്തമാനം എന്താണെന്ന് അറിയുമോ? എന്നാൽ കാര്യങ്ങൾ വേണ്ട പോലെ നടക്കുന്നുണ്ട്. ഏതാ ഈ കാര്യങ്ങൾ വേണ്ട പോലെ നടക്കുന്നത്? നിങ്ങൾ ധനകാര്യ വകുപ്പിന്റെ വിജ്ഞാപനം വന്നു, 4ാം വാർഷികം ആഘോഷിക്കാൻ 25 കോടി രൂപ കൊടുക്കാൻ അനുമതി കൊടുത്തു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 500 ഹോർഡിംഗ് വെക്കാൻ 15 കോടി രൂപ കൊടുത്തു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, അതിനേക്കാൾ വലിയൊരു മോശം പരിപാടി ഉണ്ടോ? അല്ലെങ്കിൽ തന്നെ മനുഷ്യന് സമാധാനമില്ല. ഇയാളുടെ ഈ തിരുമോന്തയും കൂടി കണ്ടാൽ അന്നത്തെ ദിവസവും കൊള്ളായി പോകുന്നല്ലാതെ എന്തിനാണ് ഒരു 500 ഹോർഡിംഗ് ഈ 4ാം വാർഷികത്തിന്റെ ഭാഗമായിട്ട് കേരളത്തിന്റെ തെരുവിൽ വെക്കുന്നത്? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ആശാ വർക്കർമാർ ഇന്ന് മുഖ്യമന്ത്രി കോഴിക്കോട് 4ാം വാർഷികം ആഘോഷിക്കുന്ന ദിവസം രാവിലെ ആശാ വർക്കർമാരുടെ കേരളം മുഴുവനുള്ള യാത്ര കോഴിക്കോടെത്തി. അവരിന്ന് ഉറങ്ങുന്നത് മാവൂർ ബസ് സ്റ്റാൻഡിലാണ്. ആ അമ്മമാർ, സഹോദരിമാർ തെരുവിൽ കിടന്നുറങ്ങുകയാണ്. ആശാ വർക്കർമാർക്ക് പൈസ കൊടുക്കാൻ മുഖ്യമന്ത്രിയുടെ കയ്യിലുണ്ടോ? ഇല്ല. ജൂൺ 2-ാം തീയതി സ്കൂൾ തുറക്കുകയാണ്. ഇതാ നജാഫുണ്ട് ഇവിടെ, MSFകാർക്ക് അറിയാം. ആ 2-ാം തീയതി സ്കൂൾ തുറക്കുമ്പോ അവർക്ക് കഞ്ഞി കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടോ? ഇല്ല. അംഗൻവാടി ഉദ്യോഗസ്ഥന്മാരെ അറിയോ മുഖ്യമന്ത്രിക്ക്? ഈ നാട്ടിൽ കൂലിപ്പണി പോകുന്നവന് 750 രൂപ ഒരു ദിവസം കിട്ടും. ഒരു അംഗൻവാടി വർക്കർക്ക് എന്തെല്ലാം പണിയുണ്ട്. ഓരോ വീടുകളിൽ പോയി പ്രസവിച്ച കുട്ടി അവിടേക്കുള്ള പോഷകാഹാരം അവർക്ക് എത്തിച്ചു കൊടുക്കണം. എല്ലാ കണക്കുകളും സർക്കാർ പറയുന്ന കണക്കുകളും എടുക്കണം. അതും പോരാഞ്ഞ് ഏതെങ്കിലും MLA വിളിക്കുന്ന പരിപാടിയിൽ ആളെ കൂട്ടാൻ ഈ പാവങ്ങൾ പോയി ഇരുന്നു കൊടുക്കണം. ഇതെല്ലാം ചെയ്യണം. അവർക്ക് കിട്ടുന്ന ശമ്പളം എത്രയാണ്? മുഖ്യമന്ത്രി അങ്ങീ ദൂർത്തൊക്കെ ചെയ്യുമ്പോൾ ഈ പാവപ്പെട്ട ഈ അംഗൻവാടി ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുക്കാനുള്ള പൈസയുണ്ടോ? അതില്ല. കർഷകന്മാർ സംഭരിച്ച നെല്ലിന്റെ പൈസ നിങ്ങൾ കൊടുക്കുമോ? അത് കൊടുക്കില്ല. ക്ഷേമനിധി പെൻഷൻ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ടോ? അതില്ല. സാമൂഹിക പെൻഷൻ നിങ്ങൾ ഒരു 10 രൂപ കൂട്ടിക്കൊടുക്കുമോ? അതില്ല. ആശുപത്രികളിൽ ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ടോ? അതില്ല. ഡയാലിസിസ് രോഗികൾക്ക് കൊടുക്കാവുന്ന ഇന്ന് വരെ കൊടുത്തുകൊണ്ടിരുന്ന പണം കൊടുക്കാൻ അവർക്ക് കൊടുക്കുന്ന ചെറിയ പൈസ, തുച്ഛമായ പൈസ അവർക്ക് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ടോ? അതില്ല. അതിനേക്കാൾ സങ്കടം നിങ്ങൾ അറിയും. വയനാട്ടിലെ ദുരന്തം നിങ്ങൾക്കൊക്കെ ഓർമ്മയില്ലേ? എത്രമാത്രം കടബാധ്യതകളോടുകൂടി, എത്രമാത്രം ജീവനഷ്ടത്തോടുകൂടി, എത്ര കുടുംബങ്ങൾ അനാഥമായി പോയ ദുരന്തമാണ്. ആ കുടുംബങ്ങൾ ഇന്നലെ അവരുടെ വീടുകളിൽ വാടക കൊടുക്കാനില്ലാതെ പുറത്തേക്ക് ഇറക്കേണ്ട ഗതികളിലായി. 600 കുടുംബങ്ങൾക്ക് വാടക കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ മാസം. മുഖ്യമന്ത്രി, നിങ്ങൾ ഈ രാജ്യത്തെടുക്കുന്ന പണി എന്താണ്? നിങ്ങൾ എന്തിനാണ് ഈ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തിനാണ് ഈ രാജ്യത്ത് നിങ്ങൾ ഭരിക്കുന്നതിന്റെ രാഷ്ട്രീയം എന്താണ്, അർത്ഥം എന്താണെന്ന് നിങ്ങളൊന്ന് പറയും. നിങ്ങൾ തെരുവ് നായ മുഖ്യമന്ത്രി ഒരു വാറോല ഇറക്കിയിട്ടില്ലേ? അതിവിശാലമായ വാറോല, 4 കൊല്ലം ഭരിച്ചതിന്റെ വാറോല. ആ വാറോലയിൽ ഇതൊക്കെ പറയണില്ലേ? ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ നായ കടിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞല്ലോ, ABC പ്രോജക്ട്. കേരളത്തിൽ തെരുവ് നായ്ക്കൾ കടിക്കാത്ത ഒരു ദിവസം ഒരു പത്രം പുറത്തിറങ്ങുന്നുണ്ടോ? ഒരാളെ തെരുവ് നായി കടിച്ചില്ല എന്ന് ആശ്വസിക്കാവുന്ന എന്തൊരു കഷ്ടാണ് മുഖ്യമന്ത്രി. നിങ്ങളെ കാലം വന്ന നായ്ക്കളെ കൊണ്ട് റോട്ടിലും ഇറങ്ങിക്കൂടാ, നിങ്ങളെ കൊണ്ട് തിരുവനന്തപുരത്തും വന്നുകൂടാ എന്ന കോലത്തിലേക്കല്ല ജനങ്ങൾ മാറുന്നത്. മുഖ്യമന്ത്രി നാട്ടിലിറങ്ങിയാൽ കട മുഴുവൻ പൂട്ടിക്കുക.
നായ്ക്കൾ തെരുവിലിറങ്ങിയാൽ മനുഷ്യനെ മുഴുവൻ കടിക്കുക, മനുഷ്യൻ തെരുവിൽ വന്നാൽ നായ്ക്കൾ വന്ന് കടിക്കുക. എന്തൊരു കഷ്ടാണ് നിങ്ങൾ. എന്നാൽ ഈ എഴുതിയ വാറോലയിൽ നായകളുടെ കടിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ABC പദ്ധതിയുണ്ട്. ഞാൻ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ, നിങ്ങൾ ഇറക്കിയ വാറോലയിൽ മനുഷ്യരും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം തടുക്കാൻ ശ്രമിക്കുന്നു എന്നുണ്ട്. എവിടെയാണ് നിങ്ങൾ തടുത്തത്? 5 ലക്ഷത്തിന്റെ ചെക്ക് എഴുതി വെച്ചിരിക്കുകയാണ്. അത് വീടുകളിൽ മരിച്ചു കൊല്ലപ്പെട്ടു പോയവന്റെ വീടുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്ന പണിയാണ് ഈ ശശി എന്ന് പറയുന്ന മന്ത്രിക്കുള്ളത്. വേറെന്താ ഉള്ളത്? നിങ്ങൾ എന്ത് നടപടിയാണ് ഈ മനുഷ്യനും വന്യജീവിയും തമ്മിലുള്ള സംഘർഷത്തെ ലഘൂകരിക്കാൻ നിങ്ങൾ ചെയ്തത്? ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഈ വാറോയിലയിൽ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, പട്ടിക വിഭാഗത്തിന്റെ ഭൂമിയും വീടും വെച്ചു കൊടുക്കാൻ ശ്രമിച്ചു. അതിന്റെ കണക്ക് ഞാൻ പറയണില്ല. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ മുഖ്യമന്ത്രി, പട്ടിക വിഭാഗക്കാർ കേരളത്തിലെ സ്കൂളുകളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്നതിന്റെ അളവ് 9 കൊല്ലം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ അറിയുമോ? ഞാൻ വയനാട്ടുകാരനാണ്, എനിക്കറിയാം. നിങ്ങൾക്ക് ഈ പ്രദേശത്ത് പാർക്കുന്നവർക്കറിയാം. സ്കൂളുകളിൽ നിന്ന് തോറ്റിട്ടല്ല, പഠിക്കാൻ ഇറങ്ങിപ്പോകുന്നവർ എത്ര ശതമാനമെന്നറിയോ? 50% മുകളിൽ കേരളക്കരയിൽ. ആ പട്ടിക വിഭാഗത്തെ രക്ഷപ്പെടുത്തിയെടുക്കാൻ മുഖ്യമന്ത്രി എന്താ ചെയ്തത്? ക്രമസമാധാനത്തെ കുറിച്ച് പറഞ്ഞല്ലോ മുഖ്യമന്ത്രി. ഈ നാട്ടിൽ പോകട്ടെ, അവനവന്റെ വീട്ടില് തന്റെ മകന്റെ കൂടെ കിടന്നുറങ്ങാൻ ഒരു ഉമ്മ ഭയക്കുന്നത്, ഒരമ്മ പേടിക്കുന്നത്. മുഖ്യമന്ത്രി എത്രമേൽ അതിന്റെ ആഴം വർദ്ധിച്ചിട്ടുണ്ട്. ഏതു ക്രമസമാധാനമാണ് നാട്ടിൽ നിങ്ങൾ ഈ കാലത്തിനിടയിൽ ഉണ്ടാക്കിയത്? ഈ മുഖ്യമന്ത്രി ഉളുപ്പില്ലാതെ ലക്ഷങ്ങൾ കോടികൾ ചെലവഴിച്ച് അടിച്ച വാറോലയിൽ പറയാണ് പവർ കട്ടില്ല. എന്റെ മുഖ്യമന്ത്രി, നമ്മുടെ നാട്ടിൽ പവർ കട്ടില്ലാത്തത് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടല്ല. നിങ്ങൾ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഒരു പ്രധാനമന്ത്രിയെ ഓർമ്മിക്കണം. കഴിഞ്ഞ UPA ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ പിണറായി വിജയന്റെ പാർട്ടി പറഞ്ഞത് ആണവ കരാറുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യയിലെ ആണവ കരാറിന്റെ പ്രതിഫലനമാണ് ഇവിടെ നമുക്ക് എനർജി പോവാത്തത്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയനോട്, പവർ കട്ടില്ലാത്ത കേരളത്തെ കുറിച്ച് പറയുമ്പോ കറന്റ് ബില്ല് എത്ര തവണ കൂട്ടിയ കേരളം എന്നെന്തേ നിങ്ങൾ പറയാത്തത്? നിങ്ങൾ സപ്ലൈകോയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു പിണറായി വിജയൻ ഈ പറയുന്ന വാറോളയില്. സബ്സിഡി നിരക്കില് നിങ്ങൾ ഒരു സപ്ലൈകോയിൽ പോയി പരിശോധിക്ക്, നിങ്ങൾക്ക് എന്താ അവിടെ വാങ്ങാനുള്ളത്? നിങ്ങൾ അറിയുമോ, ഇന്ന് മുഖ്യമന്ത്രിയുടെ കോഴിക്കോട്ടെ പ്രസംഗാണ്. സർക്കാർ ആശുപത്രി ആയത് ഞങ്ങൾ വന്നപ്പോഴാണ്. ഞാൻ കോഴിക്കോടാണ്. നിങ്ങൾ സർക്കാർ ആശുപത്രിയിൽ ചെയ്ത പണി എന്താണ്? 4 പേരല്ലോ 5 പേര് കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊല്ലപ്പെട്ടു പോയി. എന്താ കാര്യം? ICUവില് തീ പിടിച്ചു. പുതിയ ICU ആണ്, അതിന് തീ പിടിച്ചു. അവരെ മാറ്റി, ബഹളമയം, കൊല്ലപ്പെട്ടു പോയി. പെട്ടെന്ന് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി, രോഗികൾ മരിച്ചുപോയി. അത് കഴിഞ്ഞിട്ട് 2 ദിവസം പത്രക്കാർ നിൽക്കുകയാണ്, ഉദ്യോഗസ്ഥന്മാർ നിൽക്കുകയാണ്, പിന്നെയും തീ. എന്താ കാര്യം എന്നറിയോ? വികസനത്തിന്റെ പേരിൽ ഇവർ ചെയ്യുന്ന തട്ടിപ്പാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ലോ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന കെട്ടിടങ്ങൾ, അതിന്റെ പണം മുഴുവൻ രാഷ്ട്രീയത്തിലെ ബിനാമികൾ അടിച്ചു മാറ്റിയതിന്റെ ദുരന്ത ഫലമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത്. ഈ കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ മരുന്ന് വാങ്ങാൻ പൈസ ഉണ്ടോ? നിങ്ങൾ പരിയാരത്ത് പോയി നോക്ക്. ഇതാ കണ്ണൂർ ജില്ലയിലെ ജില്ലാ ആശുപത്രിയിൽ ഒന്ന് പോയി നോക്ക്. അവിടെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ 10ാം ക്ലാസ് പാസ്. ഇന്നലെ SSLCയുടെ റിസൾട്ട് വന്നല്ലോ. മലബാർ മേഖലകളിൽ നിന്ന് +1 ചേരാൻ ഈ ജയിച്ച കുട്ടികൾക്ക് സാധിക്കുമോ? നിങ്ങളൊന്ന് ഉത്തരം പറഞ്ഞേ. നിങ്ങൾ ഈ രാജ്യത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്തെ എന്താക്കിന്നാ പറയണത്? ഇവിടെ പഠിച്ചു ജയിച്ച കുട്ടികൾക്ക് +1 ചേരാൻ കേരളത്തിൽ മലബാറിൽ സീറ്റുണ്ടോ? തെക്കൻ ജില്ലകളിൽ സീറ്റ് കൂടുതലാണ്. പിന്നെ ഏതു തരം മുഖ്യമന്ത്രി ഇന്ന് കോഴിക്കോട് നടത്തിയ പ്രസംഗാണ്? ഈ കുട്ടികളുടെ വിദ്യാർത്ഥികൾക്കുള്ള സ്റ്റൈപ്പൻഡ് നിർത്തലാക്കി. ഇതെല്ലാം. ഞാൻ ഒരു കാര്യം കൂടെ സഖാക്കളോട് ചോദിക്കട്ടെ, നിങ്ങൾ ഏറ്റവും സമീപകാലത്ത് കൊട്ടിഘോഷിച്ച പദ്ധതിയല്ലേ വിഴിഞ്ഞം? ഇന്ന് മുഖ്യമന്ത്രി പ്രസംഗിക്കുന്നുണ്ട് കോഴിക്കോട്. ആ വിഴിഞ്ഞം ഉണ്ടായത് എങ്ങനെ നമുക്കറിയാം. 1993 ഈ കണ്ണൂരിന്റെ ധീരനായ രാഷ്ട്രീയക്കാരൻ MVR കേരളത്തിലെ തുറമുഖ മന്ത്രിയായി കരുണാകരന്റെ മന്ത്രിസഭയിൽ നിൽക്കുമ്പോഴാണ് കേരളത്തിന്റെ നിയമസഭയിൽ ആദ്യമായി വിഴിഞ്ഞം എന്ന ഒരു പേര് കേൾക്കുന്നത്, അവരുടെ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. 2011 ഞാനൊക്കെ അന്ന് നിയമസഭയിലുണ്ട്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് വരുന്നു.
ആ മനുഷ്യനുള്ള ഒരു അപാരമായ ഒരു ഉത്തരവാദിത്ത നിർവഹണമുണ്ട്. അതിന്റെ പിറകിൽ കൂടും. ഉമ്മൻചാണ്ടി പറഞ്ഞു, വിഴിഞ്ഞം കൊണ്ടുവരാൻ പോവാൻ 4000 പേജുള്ള എൻവയോൺമെന്റൽ സ്റ്റഡി ഉണ്ടാക്കി, പാരിസ്ഥിതിക പഠനമുണ്ടാക്കി, സെൻട്രൽ ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്തു. ഒരു പോർട്ട് ഉണ്ടാക്കാൻ ഏറ്റവും വലിയ ഉത്തരവ് എന്ന് പറയുന്നത് പാരിസ്ഥിതിക ഉത്തരവാണ്. കാരണം പോർട്ടില് എനിക്കറിയാം, ഞാൻ അരീക്കോട് MLA ആയിരുന്ന ആൾ എന്ന നിലക്ക് ഒരു പോർട്ടിൽ ഉണ്ടാക്കുന്ന ബ്രേക്ക് വാട്ടർ വരെ മത്സ്യത്തൊഴിലാളിയെ ബാധിക്കും, പരിസരത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെയാണോ ഒരു പോർട്ട് വരുമ്പോൾ? അതുകൊണ്ട് 4000 പേജുള്ള ഒരു എൻവയോൺമെന്റൽ സ്റ്റഡി ഉണ്ടാക്കി സെൻട്രൽ ഗവൺമെന്റ് സമർപ്പിച്ചു. UPA ഗവൺമെന്റ് അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ നിരന്തരമായ പരിശ്രമം കൊണ്ട് ആദ്യം ഉടക്കി നിന്ന ജയറാം രമേശ് രണ്ടാമത് അനുമതി കൊടുത്തു. ആ അനുമതിയുടെ ഭാഗമായി ഈ പദ്ധതിയിൽ തറക്കല്ലിട്ടു ഉമ്മൻചാണ്ടി. എന്നിട്ട് ഈ പദ്ധതി ആരും ഏറ്റെടുക്കാൻ പറ്റുന്നില്ല, അദാനിയെ ഏൽപ്പിച്ചു. അന്ന് മതം പൊട്ടി ഇറങ്ങി പിണറായി വിജയൻ. അദാനി ഗവൺമെന്റും തമ്മിലുള്ള 6000 കോടിയുടെ അഴിമതി എന്ന് ഇയാളുടെ ഈ വൃത്തികെട്ട നാവ് വെച്ച് അയാൾ പ്രസംഗിച്ചു. ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട് അയാൾ? ഒന്ന് കേട്ടു നോക്കങ്ങള്. എന്തെല്ലാം പറഞ്ഞു? അതേ അദാനിയുടെ കുപ്പായം ഇട്ടിട്ട്, അദാനിയുടെ കോട്ടിട്ടിട്ട് പിണറായി വിജയൻ മാത്രല്ല, അയാളുടെ ഭാര്യ, അയാളുടെ മകള്, അയാളുടെ പേരക്കുട്ടി അദാനി എന്ന് നെഞ്ചത്തെഴുതി വെച്ച കോട്ടിട്ടിട്ട് നിങ്ങൾ അവിടെ ഇരുത്തിയത് ഉമ്മൻചാണ്ടി എന്ന മനുഷ്യനോട് ചെയ്ത പാതകത്തിന്റെ ഫലമാണ്. സഖാക്കൾ ഓർത്തു വെച്ചോ? അതിന്റെ പാതകത്തിന്റെ ഫലമാണ്. അവിടെ നിർത്തി. എന്നിട്ട് അങ്ങനെ കൊണ്ടുവന്ന ഒരു പദ്ധതി. എന്റെ ചോദ്യം വിശദീകരിച്ചുള്ള ചോദ്യമല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ അതിനകത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, വാസവന്റെ പ്രസംഗം. ഈ പദ്ധതി സ്റ്റേറ്റ് ഗവൺമെന്റിൻ്റെതാണ്, അദാനിയുമായി ചേർന്നാണ്, ഞങ്ങൾ ബായിയാണ്, ഞങ്ങൾ പാർട്ട്ണർമാരാണ്. രണ്ടാമത് പ്രസംഗിച്ച മുഖ്യമന്ത്രി വ്യംഗ്യന്ധരേണ പറഞ്ഞു, എന്ത്? ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും വഹിക്കുന്നത് കേരളമാണ്. അന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി MV ഗോവിന്ദൻ പത്രക്കാരെ വിളിച്ചു പറഞ്ഞു, ഇതിന്റെ മുഴുവൻ പണവും കൊടുക്കുന്നത് ഞങ്ങളാണ്. ആണോ? പിന്നെ എന്തിനാണ് ആ വേദിയിൽ ഈ മോഡിയെ കയറ്റിയിരുത്തിയത്? ഒന്ന് ഉത്തരം പറഞ്ഞേ, എന്തിനാണ്? ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു 10 കൊല്ലം MLA ആയ ആളാണ്. ഇതിന്റെ പ്രോട്ടോകോളൊക്കെ എനിക്കറിയാം. ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് പണം മുടക്കിയ പോർട്ട് ഉദ്ഘാടനം ചെയ്യാൻ സെൻട്രൽ മിനിസ്റ്റർ എന്തിനു വരണം? പിന്നല്ലേ പ്രധാനമന്ത്രി? സെൻട്രൽ മിനിസ്റ്റർ പോലും വേണ്ട. മനസ്സിലായോ നിങ്ങള്? ഇതിന്റെ പാരിസ്ഥിതിക അനുമതി കൊടുത്തത് UPA ഗവൺമെന്റ് ആണ്, ജയറാം രമേശ് ആണ്. ഇതിന് പണം മുടക്കിയത് കേരള ഗവൺമെന്റ് ആണ്. പിന്നെ മോദിക്ക് എന്ത് കാര്യം? എന്നിട്ട് മോദിയെ വിളിച്ചു കൊണ്ടുവന്ന് അവിടെ ഇരുത്തി തന്റെ മകളുടെ കേസിന്റെ പേരിൽ നിന്ന് രക്ഷപ്പെടാൻ പിണറായി വിജയൻ കളിച്ച ഒരു നാടകമുണ്ട്. ആ നാടകത്തിലെ ഫലം ഞാൻ സഖാക്കളോട് ചോദിക്കട്ടെ, ഇത് പശ്ചിമ ബംഗാളിലാണെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പരിപാടിക്ക് മമതാ ബാനർജി നരേന്ദ്രമോദിയെയോ അമിത്ഷയെയോ വിളിക്കോന്നല്ല, അവരെ നാട്ടിന്റെ ഏഴകളെ തടിപ്പിക്കോ? മമതയെ വിടെ. തൊട്ടടുത്ത് തമിഴ്നാട്, അവിടെ ഒരു മുഖ്യമന്ത്രിയുണ്ട് സ്റ്റാലിൻ. ആ സ്റ്റാലിൻ തൂത്തുക്കുടിയിലെ പോർട്ട് ഇതുപോലെ വികസിപ്പിച്ചാൽ അതിന്റെ ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദിയെ വിളിക്കോ? ഇനി അങ്ങനെ വിളിച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വിളിച്ചപ്പോ തമിഴ്നാട്ടിലെ BJPയുടെ പ്രസിഡന്റ് സ്റ്റേജിൽ കയറിയിരിക്കുകയാണ്. അപ്പോ സ്റ്റാലിന്റെ മകൻ ദയാനിധി സ്റ്റാലിൻ താഴെ ഇരുന്നിട്ട് ഇങ്ങനെ കരയാണ്. എന്തിനാ BJPന്റെ പ്രസിഡന്റിനെ വിളിച്ചത്? അങ്ങനെ കരയോ? താഴെ ഇരുന്ന് മോങ്ങിയ റിയാസിനോടാണ് ചോദിക്കുന്നത്, അങ്ങനെ ചെയ്യുമോ ഈ പറയുന്ന ദയാനിധി സ്റ്റാലിൻ? അങ്ങനെ പറയുമോ? അങ്ങനെ പ്രധാനമന്ത്രിയെ വിളിക്കുമോ ഈ പറയുന്ന മുഖ്യമന്ത്രി സ്റ്റാലിൻ? അപ്പൊ എന്താ നാടകം എന്നറിയങ്ങള്? വിളിക്കൽ ആവശ്യമില്ലാത്ത പ്രധാനമന്ത്രിയെ വേദിയിൽ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആരാണ്? പിണറായി വിജയനാണ്. എന്തിനാണ്? മോളെ രക്ഷിക്കാനാണ്. താഴെ ഇരുന്ന് ഈ മോളുടെ ഭർത്താവ് റിയാസ് മോങ്ങുന്നത് എന്തിനാണ്? സഖാക്കളുടെ വോട്ട് കിട്ടാനും നാട്ടുകാരെ പറ്റിക്കാനുമാണ്. 2 തരത്തിലുള്ള പറ്റിക്കലാണ്. വേദിയിൽ മോദിയെ പറ്റിക്കുന്നു, താഴെ റിയാസ് നാട്ടുകാരെ പറ്റിക്കുന്നു, ഒരേപോലെ. എന്നിട്ട് റിയാസ് ചോദിക്കാൻ, ഈ പറയുന്ന BJPയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരനെ ആരാ വിളിച്ചത്? വീട്ടിൽ പോയിട്ട് അമ്മോഷനോട് ചോദിക്കണോ? ഞങ്ങളാ വിളിച്ചത്, പത്രക്കാരാ വിളിച്ചത്. നിങ്ങൾ പറയുന്നത് കേന്ദ്രം കൊടുത്ത ലിസ്റ്റ് ആണെന്നല്ലേ? ശുദ്ധ കളവല്ലേ അത്? ശുദ്ധ കളവല്ലേ? കേന്ദ്രം കൊടുത്ത ലിസ്റ്റ് അല്ല. വാസവന്റെ പത്രസമ്മേളനം എന്റെ കയ്യിലുണ്ട്. ഈ വാസവൻ ലിസ്റ്റ് വായിക്കാം. പത്രക്കാർ ചോദിച്ചു, പ്രതിപക്ഷ നേതാവിനെ വിളിച്ചിരുന്നോ? ഒന്നാമത് ഈ മന്ത്രിമാര് നല്ലൊരു ശതമാനവും അന്തംഗമികളാണ്, നിങ്ങൾക്ക് അറിയാലോ.
വാസവന് പത്രക്കാരന്റെ ചോദ്യം മനസ്സിലായില്ല. അയാൾ ലിസ്റ്റും കൊടുത്തു. ആ സാധു ഇരുന്ന് വായിക്കാണ്. 1 2 3 4 7 രാജീവ് ചന്ദ്രശേഖരൻ. ഈ രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങൾ അങ്ങോട്ട് കൊടുത്ത ലിസ്റ്റാണ്. ഇനി സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങോട്ടൊരു ലിസ്റ്റ് തന്നു വെക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചൊരു ലിസ്റ്റ് കൊടുക്കണം. കാരണം ഒരു ഭരണഘടനാ പദവിയില്ലാത്ത രാജീവ് ചന്ദ്രശേഖരനെ വിളിക്കുന്നുവെങ്കിൽ നമുക്ക് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദനെ വിളിക്കണ്ടേ? നമുക്ക് KPCC-യുടെ പ്രസിഡന്റ്, ആ പ്രസിഡന്റിനെ വിളിക്കണ്ടേ എന്ന് തിരിച്ചൊരു കത്ത് നിങ്ങൾ കൊടുത്തോ? കൊടുത്തില്ല. എന്നിട്ട് രാജീവ് ചന്ദ്രശേഖരനാണെങ്കിൽ നമ്മൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഭീമൻ രഘുവിനെ മിസ് ചെയ്യുന്നതിനാണ് കുറച്ചു കാലമായിട്ട്. ഭീമൻ രഘു നിന്ന മാതിരി നിപ്പാൻ ആ സ്റ്റേജ് കയറിയിട്ട് ഒരു കാലത്തും ഈ BJP രക്ഷപ്പെട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു അത്. ഈ വാസവൻ വളരെ കൃത്യമായി പിണറായി വിജയന്റെ സമ്മതത്തോടെ, എന്നിട്ട് പിണറായി വിജയൻ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്. അതാണ് അതിലെ മാസ ഡയലോഗ്. സോറി, വാസവൻ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്. എന്താ ഞങ്ങള് പാർട്ട്ണറാണ്. അതിന് മറുപടി പറയുന്ന മോദിയുണ്ട്. മോദി പറഞ്ഞു, ഇതാ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ് ഞങ്ങൾ പാർട്ട്ണറാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇത് പലരുടെയും ഉറക്കം കെടുത്തു. സഖാവേ, ആരുടെ ഉറക്ക കെടാൻ പോണത്? ആത്മാർത്ഥമായി ഇത് കമ്മ്യൂണിസമാണെന്ന് വിചാരിച്ച് നിങ്ങൾക്ക് വേണ്ടി മുദ്രാവാക്യം വിളിച്ച് ചങ്ക് പൊട്ടിയ പാവം സഖാക്കളുടെ ഉറക്കേ കെടൂ. ഞങ്ങൾക്ക് എങ്ങനെ ഉറക്കം കെടാൻ? ഞങ്ങൾക്ക് ഇത് ആദ്യം അറിയില്ലേ? നിങ്ങൾ കൂട്ടുകെട്ടാണെന്ന് അറിയാത്തവരല്ലല്ലോ ഞങ്ങള്. പാവം സഖാക്കൾക്കല്ലേ അറിയാത്തത്. തോമസ് ഐസക്കിന് പക്ഷേ അന്ന് ഉറക്കുപോയി. അന്ന് അദ്ദേഹം ഒരു ലേഖനം തന്നെയാണ് പിറ്റേ ദിവസം ഇതെല്ലാം കൂടെ ന്യായീകരിച്ചിറക്കിയത് എന്ന് ഞാൻ സഖാക്കളോട് പറയട്ടെ. നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ ചുമ്മാ പറയല്ലേ എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. മുതലാളിമാര്, അദാനി പോട്ടെ, അദാനിയൊക്കെ വലിയ മുതലാളിയല്ലേ, നാട്ടും പുറത്തെ തുക്കട പൈസക്കാരെ കാണുമ്പോഴേക്കും മുട്ടുപറച്ച് മൂത്രമൊഴിച്ചു പോകുന്ന ഒരു മുഖ്യമന്ത്രിയാണെന്ന് എന്റെ പിണറായി വിജയൻ നിനക്കറിയോ? നിങ്ങളിപ്പോ ഒരു യാത്ര പോകുന്നുണ്ടല്ലോ, പുതിയ യാത്ര. അതിലാരാ പ്രമാണിമാര്? ഞാൻ ചോദിക്കട്ടെ, മുഖ്യമന്ത്രി എല്ലാ ജില്ലയിലും ഇപ്പം എന്തിനാ സന്ദർശിക്കുന്നത്? 4ാം വാർഷിക. എന്നാ പിന്നെ ഒരു 5-6 മാസം മുമ്പ് ഒരു ബസ്സുമായിട്ട് നിങ്ങൾ വന്നല്ലോ. ആലിബാബയും 41 കള്ളന്മാരെന്ന് പറഞ്ഞ മാതിരി കേരളത്തിന്റെ മുഖ്യമന്ത്രി 20 കള്ള മന്ത്രിമാരും കൂടെ രാജ്യത്ത് മുഴുവൻ പോയല്ലോ, കക്കൂസും ലിഫ്റ്റൊക്കെ ഉള്ള ബസ്സുമായിട്ട്. എന്നിട്ട് അന്ന് മന്ത്രിമാരുടെ ട്വീറ്റാണ് രസം. ഭക്ഷണം കഴിക്കണമെങ്കിൽ കണ്ണൂർ വരണം, കണ്ണൂരിൽ ടേസ്റ്റ് ഭയങ്കരമാണ്. എന്നോട് ടേസ്റ്റ് നോക്കാൻ പറഞ്ഞാൽ ചെയ്യുന്നു ഈ മന്ത്രിമാരെ. എന്നിട്ട് പറയാ, കോഴിക്കോട്ട് കശുവണ്ടി നെയ്യിൽ പൊരിച്ചാൽ അത് നല്ലത് കിട്ടണമെങ്കിൽ കോഴിക്കോട് തര. ചെറിയാൻ്റെ ഇതാണ്. ഈ നാട്ടുകാരെ മീനും ചെമ്മീനും നക്കി പോവാന്നല്ലാതെ അവര് കൊടുത്ത ഒരു അപേക്ഷയുടെ ഒരു മറുപടി കൊടുത്തോ നിങ്ങൾ? ഈ പൈസയൊക്കെ ചെലവാക്കിയിട്ട് ഈ കേരളത്തിന്റെ തെരുവിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ ഏതെങ്കിലും ഒരു അപേക്ഷ മുഖ്യമന്ത്രി നടപ്പിലാക്കിയോ? എന്നിട്ട് ഉളുപ്പില്ലാതെ പിന്നെയും 4ാം വാർഷികമായിട്ട് പിന്നെയും വരിക അയാള്. എന്നിട്ട് ഇങ്ങനെ പടായും പറഞ്ഞു നടക്കുകയാണ്. എന്തെങ്കിലും ഒരു കാര്യം ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ വിളിക്കുന്നത് പൗരപ്രമുഖന്മാരെ. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ പൗരപ്രമുഖന്മാരുണ്ടോ? ഇല്ല. നിങ്ങളൊന്നും പൗരന്മാരല്ല, അതുകൊണ്ട് നിങ്ങൾ പ്രമുഖന്മാരല്ല, അതുകൊണ്ട് പൗരന്മാരും അല്ല. നിങ്ങളെ മുഖ്യമന്ത്രിക്ക് ആവശ്യമില്ല. അത്യാവശ്യം ചിക്കളിലാണ് മുഴുവൻ വിളിച്ചിരുത്തും. എന്നാ കേട്ടോ സഖാവേ, ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരിൽ ഒരാൾ, ഏറ്റവും വലിയ സമ്പന്നന്മാരിൽ ഒരാൾ അംബാനിയുടെ മകന്റെ കല്യാണമാണ്. ആ കല്യാണത്തിന് ആരാന്നറിയോ? ഇവിടുത്തെ തുക്കട മുതലാളിയല്ല, ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ സുക്കർബർഗ്, പിന്നെയോ ഇലോൺ മസ്ക്, പിന്നെയോ ലോകത്തിലെ വലിയ വലിയ മുതലാളിമാർ, ബിൽ ഗേറ്റ്സ്, ലോകത്തിലെ 1ാം മുതലാളി, 2ാം മുതലാളി, 3ാം മുതലാളി, അല്ലാത്ത എല്ലാ ലൊട്ടിലൊടുക്കും മുതലാളിമാരും അംബാനിയുടെ വീട്ടിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോ ഡൽഹിയിലെ ഒരു പിസ ഷോപ്പില് അവിടെ ഇരുന്നിട്ട് ഒരു മനുഷ്യൻ കാപ്പി കുടിച്ചിരിക്കുകയാണ്. അയാളുടെ പേര് രാഹുൽ ഗാന്ധി എന്നാണ്. സഖാവേ, അങ്ങനെ ഒരു മനുഷ്യന്റെ രോമം പോലുമാകാൻ നിന്റെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിപ്പില്ല. ഈ പുളുവം വെറുതെ ബടായി പറയാന്നല്ലാതെ ഇരട്ടച്ചങ്ക് പോയിട്ട് ഇയാൾക്ക് നട്ടെല്ലെങ്കിലും ഉണ്ടോ എന്ന് ഇടക്ക് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകൾ. എന്നിട്ടല്ലേ ഇരട്ടച്ചക്ക് ഈ മുതലാളിമാരുടെ മുമ്പിൽ കീഴടങ്ങി നിൽക്കുന്ന ഇയാള്. എന്നാൽ അവിടെ രാഹുൽ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ഇവിടെ ഒരു വ്യക്തതയുള്ള രാഷ്ട്രീയം രൂപപ്പെട്ടു വരുന്നുണ്ട്. ഞാൻ എല്ലാവരോടും ഇതാ പറയണത്. ഈ CPM-കാരൻ പറയുന്ന ബടായി ഒന്നുമല്ല, കൃത്യതയും വ്യക്തതയുമുള്ള രാഷ്ട്രീയം. അതെന്താണ്? ഫാഷിസ്റ്റുകൾക്കെതിരെയുള്ള ഒരു മതേതര മുന്നേറ്റമാണ്. മുസ്ലിം ലീഗ് ചെറിയ പാർട്ടിയാണ്. CPM-കാരാ, നിങ്ങളെ പോലെയുള്ള ആപതേ ഞങ്ങൾക്കുള്ളൂ. നിങ്ങളെക്കാൾ വലിയ പാർട്ടിയൊന്നല്ല. നിങ്ങളൊക്കെ ഏകദേശം കണക്കാണ്, ഒരേ പാർട്ടിയാണ്. ഇവിടെ കേരളത്തിലാണ് കാര്യമായിട്ടുള്ളത്. അത്രേ ഉള്ളൂ. തമിഴ്നാട്ടിലൊക്കെ നമുക്ക് അത്യാവശ്യം ആളുകളുണ്ട് എന്നല്ലാതെ നമ്മളൊക്കെ 2 കൂട്ടർ ചെറിയ പാർട്ടിയാണ്. MP-മാരൊക്കെ അത്രേ നമ്മളെ കയ്യിലുള്ളൂ. എന്നാൽ ഞങ്ങൾ ചെറുതാണോ വലുതാണോ എന്നതല്ല,
ഞങ്ങളുടെ നിലപാടിന് ക്ലാരിറ്റി ഉണ്ട്. ഈ വ്യക്തത വന്ന ഫാസിസ്റ്റ് വിരുദ്ധ മൂവ്മെന്റിൽ ഞങ്ങളുണ്ട്. ഞങ്ങൾ രാഹുലിന്റെ പറയുന്നുണ്ട്. അത് രാഹുലിന് സിന്ദാബാദ് വിളിക്കാൻ മാത്രമല്ല, ആ രാഹുൽ തെറ്റു ചെയ്താൽ അദ്ദേഹത്തെ തിരുത്താനുള്ള ജനാധിപത്യ ബോധത്തോടെ തന്നെ പിറകിലുണ്ട്. കാര്യമെന്ത്? രാഹുലിന്റെ വല്യച്ഛൻ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ രാജ്യത്ത് ജനാധിപത്യം ഉണ്ടാവണം. ആ ജനാധിപത്യത്തിന്റെ മുമ്പ് നിൽക്കാൻ കോൺഗ്രസ് എന്ന പാർട്ടിക്ക് കഴിയും, ലീഗിന് കഴിയും, ഞങ്ങൾക്ക് എല്ലാവർക്കും കഴിയും. ഞങ്ങൾ ജനാധിപത്യ ബോധമുള്ളവരാണ്, അങ്ങനെ നിൽക്കുന്നവരാണ്. മനസ്സിലാക്കിക്കോളൂ നിങ്ങൾ. അതുകൊണ്ട് ഇപ്പോ ഈ പെഹൽഗാമിൽ വരുമ്പോ ഈ വെറുപ്പിന്റെ, ഈ നുണയുടെ ഒരു RSSന്റെ മുഖം നിങ്ങൾ ഈ പെഹൽഗാം വന്നപ്പോ നിങ്ങൾ കണ്ടില്ലേ? എന്തെല്ലാം ഫേക്ക് ന്യൂസുകളാണ് ഈ RSS കാരൻ ഉണ്ടാക്കിയത്, എന്തെല്ലാം ഫേക്ക്. എന്നിട്ട് മറ്റ് രാജ്യങ്ങൾ, പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യമൊക്കെ തല്ലിപ്പൊളി തീവ്രവാദത്തിന്റെയും തമ്മിൽ തല്ലിന്റെയും, ആ രാജ്യത്ത് തന്നെ സ്വസ്ഥതയും സമാധാനവും ഇല്ലാത്ത കുറെ ആളുകൾ ഭരിക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യം പോലും ഇവിടുത്തെ RSS കാരന്റെ ഫേക്ക് ന്യൂസുകൾ എടുത്തിട്ട് പരിഹസിക്കുക. ഞാൻ RSSന്റെ സുഹൃത്തുക്കളോട് പറയുന്നത്, നിങ്ങളുടെ ഈ ചെറിയ ബുദ്ധിയല്ല ഇന്ത്യ എന്ന് പറയുന്നത്. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ലോകത്തിലെ മികച്ച നയതന്ത്ര വിദഗ്ധന്മാരുള്ള, മികച്ച രാഷ്ട്രീയ നിരീക്ഷകരുള്ള, മികച്ച ശാസ്ത്രജ്ഞന്മാരുള്ള, മികച്ച യുദ്ധ കാഴ്ചപ്പാടുകളുള്ള, മികച്ച രാഷ്ട്രതന്ത്രജ്ഞതയുള്ള നിരവധി ആളുകളാൽ അനുഗ്രഹീതമായ ഒരു രാജ്യമാണ്. സമീപ രാജ്യങ്ങളെയൊക്കെ നിങ്ങൾ പരിശോധിച്ചാൽ ആ രാജ്യങ്ങളിൽ എല്ലാം കൊണ്ടും മികച്ചു നിൽക്കുന്ന ഒരു രാജ്യമാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ആ ഇന്ത്യ എന്ന് പറയുന്ന ഒരു മഹാരാജ്യത്തെ നിങ്ങളുടെ ഈ ചെറിയ ബുദ്ധി കൊണ്ട്, വിവരക്കേട് കാണിച്ച് നിങ്ങൾ ഇതിനെ തകർക്കാൻ ശ്രമിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട്. ഇന്ന് ഈ പ്രധാനമന്ത്രി എന്നിട്ടും ബടായി വിടുകയാണല്ലോ. നിങ്ങൾ ആലോചിച്ചു, യുദ്ധമൊക്കെ കഴിഞ്ഞല്ലോ, യുദ്ധം കഴിഞ്ഞു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം വെടി നിർത്തിയാൽ അത് ആദ്യം പറയേണ്ടത് ആരാണ്? ട്രംപ് അല്ലേ? എന്താണ്, നരേന്ദ്രമോദിയല്ലേ പറയേണ്ടത്? ട്രംപ് അമേരിക്ക എന്ന് പറയാൻ ഇയാൾ പറയുന്നതിന് മുമ്പ് യുദ്ധം നിർത്തി വെച്ചിരിക്കുന്നു. അപ്പൊ ട്രംപിനോട് ചോദിച്ചിട്ട് അങ്ങനെ തുടങ്ങിയത്? അല്ലെങ്കിൽ ട്രംപ് എന്താണ് നരേന്ദ്രമോദിയുടെ അമ്മായിന്റെ മോനാണോ? അയാൾ യുദ്ധത്തിന്റെ കാര്യം പറയാൻ? അയാൾ ഇന്ത്യ അമേരിക്ക അല്ലേ? അയാൾ വലിയ ലോക പോലീസ് ആണെങ്കിൽ അവിടെ ഇരിക്കാൻ പറയണം, അവിടെ ഇരിക്കാൻ പറയണം. എന്നിട്ട് ഇന്നലെ നിങ്ങൾ അറിയുമോ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി 8:30 പത്രസമ്മേളനം വെച്ചു. ഈ ട്രംപ് 7 മണിക്ക് പത്രസമ്മേളനം വിളിച്ചിട്ട് അയാളങ്ങ് പറഞ്ഞു. എന്തൊരു അപമാനമാണ്! ഈ ട്രംപിന്റെ വിചാരം എന്താണ്? അയാൾ ലോകത്ത് മുഴുവൻ ആളുകളെ അടക്കി ഭരിക്കണമെന്നാണ്. അയാൾക്ക് പണ്ടേ വട്ടാണ്. അയാൾ ആചാര്യ ഒരു വട്ട് കേസാണ്. ഒരു നരേന്ദ്രമോദിക്ക് പകരം നിൽക്കാവുന്ന ഒരു റൈറ്റ് പൊളിറ്റീഷ്യനാണ്. റൈറ്റ് പൊളിറ്റീഷ്യന്മാർക്ക് വെറുപ്പ്, വിദ്വേഷം ഇതേ ഉണ്ടാവൂ. രാഷ്ട്രീയം അറിയില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി യുദ്ധം നിർത്തിവെച്ചത് വിശദീകരിക്കാൻ പത്രസമ്മേളനം വിളിക്കുമ്പോൾ അതിന്റെ അരമണിക്കൂർ മുമ്പ് കയറിയിട്ട് ഇയാൾ പത്രസമ്മേളനം നടത്തുക. എന്നിട്ട് പറയാൻ ഇന്ന കാരണങ്ങൾ കൊണ്ട് യുദ്ധം നിർത്തിവെച്ചിരിക്കുന്നു. പിന്നെ എന്തിനാണോ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി? പിന്നെ എന്തിനാ ഇന്ത്യക്ക് ഒരു പ്രധാനമന്ത്രി? നിങ്ങൾ മനസ്സിലാക്കട്ടെ, ഇന്ത്യയെ അപമാനിക്കുക എന്നാ കേട്ടോ സംഘികളെ, കമ്മ്യൂണിസ്റ്റുകളെ. ഒരിക്കല് 1971 നിക്സണോട്, അമേരിക്കയുടെ പ്രസിഡന്റ് റിച്ചാർഡ് നിക്സണോട് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ഉരുക്കുവനിത പറയുന്ന ഒരു കാര്യമുണ്ട്. മിസ്റ്റർ നിക്സൺ 4000 കിലോമീറ്റർ അപ്പുറത്ത് നിന്നിട്ട് അവിടെ വെടിവെക്ക്, ഇവിടെ വെടിവെക്ക് എന്നൊക്കെ നിറത്തിന്റെ പേരിൽ പറഞ്ഞാൽ, അങ്ങനെ വെടിവെക്കാനുള്ളവരൊന്നുമല്ല ഞങ്ങള്. എന്തു നിലപാടെടുക്കണമെന്ന് തീരുമാനിക്കാൻ, എവിടെ നിൽക്കണമെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് കഴിയും. കാലം മാറിയിരിക്കുന്നു. നിക്സൺ എന്ന് പറയുന്ന ഇന്ദിരാഗാന്ധിയുടെ നാടാണിത്. ആ ഇന്ദിരാഗാന്ധിയുടെ ചെറിയ കുട്ടിയാണ് ഈ രാജ്യത്തിലെ പ്രതിപക്ഷത്തിരിക്കുന്നത്. ഇവിടെ ഒരു ചോദ്യം അവസാനിക്കുന്നു. ചോദ്യം പിന്നെയും ബാക്കിയാവുകയാണ്. എന്തെന്നറിയുമോ നരേന്ദ്രമോദി? യുദ്ധമൊക്കെ അവിടെ നിൽക്കട്ടെ, കാശ്മീരിൽ പോയിട്ടില്ലേ? ഇവിടെ ഇരിക്കുന്ന ഒരുപാട് ആളുകൾ പോയിട്ടുണ്ട്. അപ്പൊ ഞാൻ പോയിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, ഒരു 10 കിലോമീറ്ററിൽ 20 ബാരിക്കേഡ്സുകൾ ഉണ്ടാവും. എല്ലായിടത്തും ചാക്കുകൾ വെച്ചിട്ട് അതിന്റെ മുകളിൽ തോക്കും മിഷൻ ഗണ്ണും പിടിച്ചിരിക്കുന്ന പട്ടാളക്കാരുണ്ടാവും. നിങ്ങൾക്ക് ടൂറിസം ഒക്കെ ആസ്വദിക്കാം. ആപ്പിൾ, കാശ്മീരിന്റെ ആപ്പിൾ കാണുമ്പോൾ നിങ്ങൾക്ക് പറിക്കാം, തിന്നാം, വാങ്ങാം, അവിടുത്തെ മഞ്ഞുവാരി കളിക്കാം. പക്ഷെ ശ്രദ്ധിച്ചോളണം, നിങ്ങളെ നിരീക്ഷിക്കുന്ന ഒരു തോക്ക്, നിങ്ങളെ നിരീക്ഷിക്കുന്ന 1000 കണ്ണുകളുണ്ടെന്ന് കാശ്മീരിയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവിടുത്തെ ഓരോ ബാരിക്കേഡുകളും. അതിനിടയിലൂടെ തീവ്രവാദികൾ പോയിട്ട് കുറെ ആളുകളെ വെടിവെച്ചങ്ങ് കൊല്ലുക. ഇത് സുരക്ഷാ വീഴ്ചയാണെന്നാണോ പറയുന്നത്? അതങ്ങ് വിട്ടുകള. എന്നാൽ ഇത്രയും മനുഷ്യരെ വെടിവെച്ചു കൊന്ന് ഈ തീവ്രവാദികൾ പോയതെവിടേക്കാണ്? ഒന്ന് പറഞ്ഞേ, അവരെവിടേക്ക് പോയി? ഇതേ ബാരിക്കേഡുകൾ കടന്നല്ലേ അവർ പോയത്? ഇതേ മിലിറ്ററിയെ കടന്നല്ലേ അവർ പോയത്?
അത് ഈ രാജ്യത്തിന്റെ വീഴ്ചയല്ലേ? ബാക്കി പിന്നെ പറയാം. യുദ്ധം വന്നപ്പോ ഈ രാജ്യം ഒറ്റക്കെട്ടായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ പിറകിൽ നിന്ന് പറഞ്ഞു, ഞങ്ങളുണ്ട് ഈ യുദ്ധത്തിൽ അതിന്റെ കൂടെ നിൽക്കാൻ. ഈ രാജ്യത്ത് നിങ്ങൾ അറിയണം, ഓൾ പാർട്ടി മീറ്റിംഗ് നടക്കുമ്പോ ഇ.ടി. മുഹമ്മദ് ബഷീർ സാഹിബ് പറഞ്ഞു, നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഒരു സംശയവും വേണ്ട, ഇന്ത്യയിലെ അവസാനത്തെ മുസ്ലിമും ഈ രാജ്യത്തിന്റെ കൂടെ ഉണ്ടാവും. എന്തെന്നാന്ന് പറയാൻ അറിയുന്നറിയോ? ഞങ്ങളുടെ നേതാക്കന്മാര് പഠിപ്പിച്ചതാണ്. ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്. പാകിസ്ഥാൻ അല്ല, ചൈനയല്ല, ഇതാ നിങ്ങളുടെ നാട്ടിലെ കുറെ പേര് പോയില്ലേ മക്കയിലേക്ക് ഹജ്ജ് നിർവഹിക്കാൻ. ഞങ്ങളുടെ അന്ത്യപ്രവാചകൻ ഉറങ്ങുന്ന മണ്ണവിടെയാണ്, ഞങ്ങളുടെ കഅബ അവിടെയാണ്. പക്ഷെ ആ സൗദി അറേബ്യ ഇന്ത്യക്കെതിരെ പടപെട്ടാൻ വന്നാൽ നെഞ്ചുവിരിച്ച് ഇന്ത്യയുടെ കൂടെ നിൽക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഉണ്ടാകുമെന്ന് ഖായിദ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് പറഞ്ഞു. അത് ഏറ്റുപിടിച്ച് ബഷീർ സാഹിബ് പറഞ്ഞു, ഓൾ പാർട്ടി മീറ്റിംഗിനകത്ത് ഞങ്ങൾ ഇവിടെ ഉണ്ടാകും, സംശയമൊന്നുമില്ല. പക്ഷെ മോദി, നിങ്ങൾ പറയേണ്ട ഒരു ഉത്തരവാദിത്തമുണ്ട്. അവർ വെടിവെച്ചു കൊന്നു ഇത്ര പേരെ, എന്നിട്ട് അവരെവിടേക്ക് പോയി? അവരെ പിടിച്ചോ? ഞാൻ ഈ യുദ്ധം പ്രഖ്യാപിച്ച് യുദ്ധം തുടങ്ങി വരുമ്പോ ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചത്, ഇത് മോദിയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകും, ഇന്ത്യയുടെ മിലിറ്ററിയുടെ കസ്റ്റഡിയിൽ ഉണ്ടാകും, ഇന്ത്യയുടെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടാകും. ഇത് കഴിഞ്ഞാൽ അവര് പറയും, വെടിനിർത്തിയല്ലോ. എവിടെ അവര്? വെടിവെച്ചവരെവിടെ? ഈ കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയ പഹൽഗാമിലെ പാവങ്ങളെ കൊന്ന ഈ തീവ്രവാദികൾ എവിടെ? ഒന്ന് പറഞ്ഞേ, നിങ്ങള് ഒന്ന് പറഞ്ഞേ. അതുകൊണ്ട് ഈ രാജ്യത്ത് ഒരു വലിയ പരാജയമാണ് നരേന്ദ്രമോദി എന്നതിന്റെ ബാക്കി പത്രങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൗരവത്തോടെ ഞാൻ സ്നേഹപൂർവ്വം എന്റെ പ്രവർത്തകന്മാരോട്, എന്റെ സുഹൃത്തുക്കളോട്, സഹപ്രവർത്തകന്മാരോട് പറയട്ടെ, അഭിമാനത്തോടെ ലീഗ് രാഷ്ട്രീയ പാർട്ടി നിൽക്കാനുള്ള ഒരു ചരിത്രപരമായും പ്രായോഗികമായുമുള്ള അന്വേഷണങ്ങളാണ് MSF-കാരൻ, യൂത്ത് ലീഗുകാരൻ നടത്തേണ്ടത്. ആൾക്കൂട്ടത്തിന്റെ ബഹളങ്ങളിൽ അങ്ങനെ പോകുന്ന ഒരു ലീഗല്ല. ഇതിനൊരു മികച്ച ഐഡിയോളജി ഉണ്ട്, മികച്ച ഒരു കെട്ടുറപ്പുണ്ട്, എന്തിനുണ്ടാക്കി എന്ന ധാരണയുണ്ട്, എങ്ങോട്ട് പോകണമെന്ന വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. അതുണ്ടാവണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സീറ്റോ നിയമസഭയിലേക്കുള്ള മത്സരമോ ഏതെങ്കിലും കിട്ടുന്ന പദവികൾ കയ്യിലേക്ക് വരുന്നതോ അല്ല വിഷയമെന്ന് പറയുന്നത്. അതല്ല, അതിനപ്പുറം നമുക്ക് ഇസ്സത്തോടെ അഭിമാനത്തോടെ നല്ലത് പ്രവർത്തിച്ച് നല്ലത് മാത്രം ചെയ്ത് ഞാനൊരു വിശ്വാസിയായ മുസ്ലിമാണെന്ന് അഭിമാനത്തോടെ പറഞ്ഞ് ഈ മണ്ണിൽ അവസാന ശ്വാസം വരെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ പേരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്. അതിനെ ഉറപ്പിച്ചു നിർത്താൻ കഴിയുക എന്നത് പ്രധാനമാണ്. അതല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഭരണകൂടം കാട്ടിക്കുന്ന ഉമ്പാക്കിയുടെ മുമ്പിലൊന്നും നമ്മൾ വീഴാൻ പോലില്ല, ഭയപ്പെടുകയുമില്ല. NRC വന്നല്ലോ, എന്നിട്ട് എന്തുണ്ടായി? നിങ്ങൾ മുത്തലാഖ് നിരോധിച്ചല്ലോ, എന്നിട്ട് എന്തുണ്ടായി? നിങ്ങളെല്ലാം എടുത്തോളൂ, പക്ഷെ ഞങ്ങൾ ഇവിടെ ഉണ്ടാവും, വിശ്വാസിയായി ഇവിടെ ഉണ്ടാവും. അവസാന ശ്വാസം വരെ ഈ നാട്ടിന്റെ സ്വാതന്ത്ര്യം നുകർന്ന് ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. അതിനെ മറികടക്കാൻ പറ്റുന്ന ഒരു ശക്തിയൊന്നും നരേന്ദ്രമോദിയല്ല, അമിത്ഷയല്ല, ഏത് കോലോത്ത തമ്പ്രാൻ വന്നാലും അവർക്കുണ്ടാവില്ലെന്ന ഉറപ്പോടെ ഞങ്ങൾ ഇവിടെ ഉണ്ടാകും. ഇസ്സത്ത് മുറുകെ പിടിച്ച് ആ ഇസ്സത്ത് ആത്മാഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു വഴി കൂടിയാണ് സാമുദായിക രാഷ്ട്രീയത്തിലെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്. അതിന്റെ ഓഫീസിന്റെ വാർഷികത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ സന്തോഷം. അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നിങ്ങളോട് സംസാരിക്കാൻ എൻ്റെ പറയലുണ്ട്. ഞാൻ